ഒരടിപൊളി വറുത്തരച്ച മീൻ കറിയാണ് ഇന്ന് വെക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മങ്കട മീനാണ്. ഇനി നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, തേങ്ങ, കുടംപുളി വെള്ളത്തിലിട്ടത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് തേങ്ങ എല്ലാം ഒരുപോലെ ഒന്ന് മൂപ്പിച്ച് കിട്ടുവേ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ നിറാവുന്ന വരെ വറക്കണേ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ, ഇല്ലെങ്കിൽ നമ്മുടെ പൊടിയെല്ലാം കിടന്നൊന്ന് മൂത്ത് പോകും. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ കൂടെ ശകലം കറിവേപ്പിലയും കൂടെ ഇടാം. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആറിക്കഴിയുമ്പോൾ ഒന്ന് അരച്ച് വയ്ക്കണേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേണം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇത് ഒരുപാട് കിടന്ന് മൂത്ത് പോകരുതേ. ആ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയാണ്. ആ പുളിവെള്ളവും പുളിയും കൂടെ ഈ അരപ്പിനകത്തോട്ട് കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചാറ് കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാവേ. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മങ്കട മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ കിടന്ന് തിളച്ച് ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡിയാവുമേ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരടിപൊളി ടേസ്റ്റി വറുത്തരച്ച മീൻകറി തന്നെയാണ്. നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും മറക്കല്ലേ.